ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന് എന്താണ് പോലീസ് വെറുതെ അങ്ങ് പറയുമ്പോൾ മാത്രമല്ലല്ലോ, പോലീസ് അത് പറയുമ്പോൾ ഒരു എന്താണ് കളക്ടർ സാക്ഷ്യപ്പെടുത്തി കളക്ടറുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു കാപ്പ കേസ് പ്രതിയെ തടവിൽ വെക്കാൻ കഴിയൂ. ആ നിലയ്ക്ക് തടവിൽ വെച്ചിരിക്കുന്നയാളാണ്. ആ നിലയ്ക്ക് തടവിൽ പോകേണ്ടി വരുന്ന സാഹചര്യം സനീഷ് ഇവിടെ വിശദമായി വിശദീകരിച്ചതുപോലെ 19 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ആദ്യഘട്ടത്തിൽ അത് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ആദ്യം ഈ എന്ത് വിധേനയും സുഗതനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തി. സ്വാഭാവികമായും ഒറ്റ കൗൺസിലറുടെ മാത്രം ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം നിലനിർത്താനായി അത് അനിവാര്യമാണ്. അങ്ങനെയൊക്കെ സംരക്ഷിച്ചേ മതിയാകൂ. അങ്ങനെ ഒരു ഗതികേട് കൊണ്ട് സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പലയാവർത്തി ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന സുഗതൻ എന്ന് പറയുന്ന ആൾ ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും രാഷ്ട്രീയ കേസുകളല്ല എന്ന് മനസ്സിലാവും. ഈ 19 കേസ് നിലനിൽക്കുന്നതിൽ ഒരു കേസാണ് രാഷ്ട്രീയ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒന്ന്, ഒരേ ഒരു കേസ്. ബാക്കി മുഴുവൻ ആൾക്കാരുടെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കിയതും കമ്പി വടികൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചതും ഗുണ്ടാപിരിവ് നടത്തിയതും ഒക്കെയാണ്. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ ഇനിയിപ്പം നാളെ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ, ആ കാര്യത്തിലൊന്നും നമുക്ക് പരാതിയില്ല. അതിനുശേഷം അദ്ദേഹം നന്നായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചതിൻ്റെ പേരിലാണ് അയാളെ പിടിച്ചകത്തിട്ടിരിക്കുന്നത്. 6 മാസം ഇയാളെ പുറത്തു വിടാതെ അകത്തിടണം എന്ന് കളക്ടർ തീരുമാനിച്ചിരിക്കുന്നത് ഇയാൾ കുഴപ്പക്കാരനായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് അവിടുത്തെ വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചതൊന്നുമല്ല. അവിടെ വലിയ വോട്ട്, അതായത് 3-4 തിരിഞ്ഞ് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ആ മട്ടിൽ ജയിച്ചു വന്ന ഒരാളാണ്. അവിടുത്തെ ഈ പറയുന്നത് കേട്ടാത്തൊന്നും മാരായമോട്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും വലിയ ജനപിന്തുണ കൊണ്ട് അങ്ങനെ ജയിച്ചു വന്ന ആളാണ്. അങ്ങനെയൊന്നുമല്ല. ആ ഗുണ്ടാപ്രവർത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആളാണെന്ന് നാട്ടുകാർക്ക് കൂടി ബോധ്യമുള്ള ആളെ ജയിപ്പിച്ച് കൊണ്ടുവരാൻ തക്കവണ്ണമാണ് നമ്മുടെ ജനാധിപത്യം പരുവപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ജനാധിപത്യത്തിലെ ചില പഴുതുകൾ കൊണ്ട് ജയിച്ചു വരുന്നതാണ്. അങ്ങനെ ജയിച്ചു വന്ന ഒരാൾ. അതൊക്കെ പോട്ടെ, ഇതെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ സർക്കാർ കൂടി ഉത്തരം പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളത് വിശദീകരിക്കണമല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക? അപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയെ ആ നിലയ്ക്ക് അതിനകത്ത് ഒരു കുഴപ്പം ഉണ്ടാവരുത്. അത് ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഒരു പരിഗണന തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ സർക്കാർ അങ്ങനെയാണെങ്കിൽ വെറുതെയെങ്കിലും ഒന്ന് മൂളുകയോ ഞരങ്ങുകയോ എന്തെങ്കിലും ചെയ്യണ്ടേ കോടതിയിൽ? എല്ലാം അങ്ങ് അംഗീകരിച്ച് പോകുമല്ലോ. ഇതിനും മേൽ കോടതി ഉണ്ടല്ലോ, സർക്കാരിന് തീരുമാനിക്കാമല്ലോ. അല്ല, ഇങ്ങനെയല്ല ഇത് നടത്തേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ക്രിമിനലായ ഒരാളെ, ആ നിലയ്ക്ക് ഇത്തരം ക്രിമിനൽ കേസുകളിൽ പെട്ടിരിക്കുന്ന ഒരാളെ വീണ്ടും, അതായത് അവിടെ BJPക്ക് ഭരണം നിലനിർത്താൻ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത് ആ ഭരണം പരിക്കില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ഒരു തീരുമാനമെടുക്കാൻ ഈ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? സ്വാഭാവികമായിട്ടും ആ ചോദ്യം ഉയരുമല്ലോ. എന്തുകൊണ്ട് സർക്കാർ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ സർക്കാർ. അത് ഉത്തരം പറയുന്നത് കാരണം ഇതിനകത്ത് ഏറ്റവും ശക്തമായി പോരാടി കണ്ടത് ഇപ്പോൾ പ്രതിപക്ഷം CPM ആദ്യഘട്ടത്തിൽ ഒരു ദിവസം വലിയ അടിയും ബഹളമൊക്കെ ഉണ്ടായി. ആളുകൾക്ക് വലിയ കൗൺസിലർമാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു സമരം കഴിഞ്ഞു. 2ാം ദിവസം ഏറ്റവും ശ്രദ്ധേയമായ സമരം ചെയ്തത് ആരാ? ശബരിനാഥനാണ്. അവിടുത്തെ കോൺഗ്രസിൻ്റെ കൗൺസിലറായ ശബരിനാഥനാണ്. മുൻ MLA ആയിരുന്ന കോൺഗ്രസിൻ്റെ ഈ മുതിർന്ന നേതൃനിരയിലേക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ആ നിലയ്ക്ക് ഉള്ള ഒരു നേതാവാണല്ലോ, ഒരു പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസിൻ്റെ. ആ മുൻ MLA കൂടിയായ ശബരിനാഥൻ, വൈഷ്ണവ് സുരേഷ്, ഇവരെല്ലാവരും ഉണ്ട്. അതിൽ ശബരിനാഥനാണ് മുന്നിട്ടിറങ്ങി നേരെ ശബരിനാഥനുമായിട്ട് കയ്യാങ്കളി ഉണ്ടാവുന്ന അവസ്ഥയുണ്ടായി. ഇവരുടെ ഒരു വനിതാ കൗൺസിലർക്ക് തല്ലുകൊള്ളുന്ന സ്ഥിതിയുണ്ടായി. ഇങ്ങനെ നിൽക്കുന്ന ഒരു സമരമുഖത്ത് ഞങ്ങൾ ഇവിടെ പ്രതിപക്ഷം ഒന്നുകൂടി തെളിയിക്കാനുള്ള മത്സരം അവിടെ CPM-ഉം കോൺഗ്രസും തമ്മിൽ നടക്കുന്നുണ്ട്. ഇനി ശബരിനാഥൻ എങ്ങനെയാ കൗൺസിലിൽ പോയിരിക്കും സനീഷ്? ഈ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ എങ്ങനെ അവിടെ പോയിരിക്കും? അവിടെയുള്ള CPM-ൻ്റെ കൗൺസിലർമാർ ഈ ചോദ്യവും പരിഹാസവും ഉയർത്തത്തില്ലേ? സ്വാഭാവികമായും അതിനൊക്കെയുള്ള അവസരം എങ്ങനെയാണ് ഈ സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക? എനിക്കത് ഇത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത്. സർക്കാർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുക എന്നുള്ളത് എനിക്ക് പിടികിട്ടുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ പ്രതിപക്ഷം CPIM അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന ആരോപണത്തിലും കഴമ്പുണ്ട്.
നമ്മൾ പണ്ട് ഓർമ്മയുണ്ടോ PK ബിജുവിനെ കൊണ്ടുവന്ന് കൈവിലങ്ങണയിച്ച് കൊണ്ടുവന്ന് ജീപ്പിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന ഒരു ദൃശ്യം വ്യാപകമായി പ്രചരിച്ചിരുന്നു. അന്ന് ഒരു ആവശ്യമില്ലാതെയാണ് കൈവിലങ്ങണിയിച്ച് അന്ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ അങ്ങനെ കൈവിലങ്ങണിയിച്ച് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തപ്പോഴാണ് ആ കൈവിലങ്ങണിയിച്ച് കൊണ്ടുവരുന്നത്. വലിയ വിമർശനം ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ അതേ മട്ടിൽ തിരുവനന്തപുരത്തെ SFIയുടെ ജില്ലാ പ്രസിഡന്റിനെ കൈവിലങ്ങണിയിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ അവിടുത്തെ മുൻ കൗൺസിലറായ IB ബിനുവിനെ ഏതാണ് നമ്മുടെ ED കേസിലാണ് കൈവിലങ്ങണിയിച്ച് അവിടെ കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ കാഴ്ചയെല്ലാം കാണുന്ന കേരളത്തിൽ തന്നെയാണ് ഇവിടെ ഈ പറയുന്ന കമ്പിവടിക്ക് തലതല്ലി പൊളിച്ച കത്തി കൊണ്ട് നെഞ്ചിൽ കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു ക്രിമിനലിന് അയാൾ കൗൺസിലറാണ്, BJPയുടെ കൗൺസിലറാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെ BJPയുടെ ഭരണം നിലനിർത്താൻ വേണ്ട പശ്ചാത്തലം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മൗനാനുവാദം അല്ലെങ്കിൽ മൗനം സമ്മതം മൗനമല്ല അത് സമ്മതിച്ചിരിക്കുകയാണ് സർക്കാർ. ഈ സർക്കാർ എങ്ങനെയാണ് സമ്മതിക്കുക? ഇവരെ എല്ലാവരെയും ഇങ്ങനെ ഇരുട്ടത്ത് നിർത്തിയിട്ട് ഈ പറയുന്ന ശബരിനാഥനടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ കൂടി കുഴപ്പത്തിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? മാത്രമല്ല ഇത് സർക്കാർ എങ്ങനെയാണ് ഇങ്ങനെ വിചിത്രമായ ഈ ആരോപണങ്ങളെല്ലാം നേരിടേണ്ടതിന് ഈ ആരോപണങ്ങളെല്ലാം ഉറക്കം ഉയരേണ്ടതാണ് ഈ സർക്കാരിനെതിരെ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പം ഈ പറഞ്ഞ പ്രശ്നം സനീഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ VV രാജേഷ് ഇങ്ങനെ ഒരു പണി ഏർപ്പെടുന്നയാളല്ല, ഒരു മികച്ച നേതാവാണ്, ഇങ്ങനെ ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ കൂടി ഗതികേടാണ് അവിടെ പോയിട്ട് ഈ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടി വരുന്നത്. ഇവിടെ ആരാണ് V മുരളീധരനോ ഈ ഗോപകുമാറോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ ഇവരൊന്നും ഇത്തരം കുഴപ്പങ്ങളിലൊന്നും ചെന്ന് പെടുന്ന ആളുകളല്ല. നല്ല നേതാക്കന്മാർ കേരളത്തിലെ BJPക്ക് ഉണ്ട്, അതൊക്കെ നമുക്കറിയാം, ഒരു സംശയവുമില്ല. പക്ഷേ ഇങ്ങനെ ഈ കാര്യത്തിൽ ഈ ഒരു സമീപനം സ്വീകരിക്കുന്നത് ശരിയോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും. ഈ സർക്കാർ തന്നെയാണ് ഇപ്പോൾ VD സതീശനെ നോക്കിക്കഴിഞ്ഞാൽ NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് സന്ദർശനാനുമതി കൊടുക്കാതിരുന്ന സർക്കാർ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാർക്ക് സന്ദർശനാനുമതി കൊടുക്കുന്ന സർക്കാർ, ഇങ്ങനെയൊക്കെ ഇതിനെ വിലയിരുത്തി പോവും. അപ്പോൾ അതിനൊക്കെ മറുപടി എത്രയും പെട്ടെന്ന് പറയുന്നതായിരിക്കും ഈ സർക്കാരിന് നല്ലതെന്നായിരിക്കും. ഒറ്റ കാര്യം കൂടെ ഹർഷ, അതായത് ഈ ജുഡീഷ്യൽ, അത് ഞാൻ നേരത്തെ പറയാൻ പറ്റും, അതായത് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം ഈ കാര്യത്തോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചതിൽ അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇയാൾ വലിയ കുഴപ്പക്കാരനാണ്, ഇത്തരം കേസുകളല്ലാണ്ട് ഒക്കെ ശരിയാണ്. പക്ഷേ എന്ത് ചെയ്യാം, ആ നാട്ടുകാർ തെരഞ്ഞെടുത്തത് ഇദ്ദേഹത്തെ ആയിപ്പോയി. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജനാധിപത്യപരമായിട്ടുള്ള സംഗതികൾ കൊടുക്കണം എന്ന നിയമപരമായിട്ട് ശരിയായ അതായത് നമ്മുടെ നാട്ടിലെ ഇപ്പം ഈ പറയുന്ന പില്ലറുകൾ എന്ന് പറയുന്നതിലെ ജുഡീഷ്യറി അവരുടെ ശരിയാം വിധമുള്ള ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെയും നമ്മുടെ നിയമവ്യവസ്ഥയുടെയും അന്തസ്സ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു നിലപാടെടുത്തു. പക്ഷേ ഇപ്പോഴത്തുള്ള രാഷ്ട്രീയ സംവിധാനം, സർക്കാർ എന്ന സംവിധാനം അവരുടെ അന്തസ്സും അവർ ചെയ്യേണ്ട കാര്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരുടെ നിലപാടെടുത്തു എന്ന് വെച്ചാൽ ഇല്ല. അതാണ് ഹർഷൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് ജുഡീഷ്യൽ സംവിധാനം അവരുടെ ധാർമ്മികതയിലും മറ്റും നിന്നുകൊണ്ട് ഇത്തരം കാര്യം എടുത്തപ്പോൾ ഭരണ സംവിധാനം ഇതിനെ ചോദ്യം ചെയ്യുക, ഇനി ചോദ്യം ചെയ്തതിന് ശേഷം ഇയാളെ ജയിലിൽ വെച്ചിട്ട് സത്യപ്രതിജ്ഞ നടത്താനാണ് അനുവദിക്കുന്നതെങ്കിൽ ആ ചോദ്യം ചെയ്ത ചോദ്യം അവിടെ നിൽക്കും. അതാണല്ലോ രാഷ്ട്രീയ സംവിധാനത്തിലെ ജനാധിപത്യ സംവിധാനത്തിൽ ഇവരുടെ പണി. സർക്കാർ ഞങ്ങളിതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, ചെയ്യാൻ പറ്റില്ല എന്ന നിലപാട് പറഞ്ഞേയില്ല. അവിടെയാണ് ഹർഷനി പറഞ്ഞ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം ചേർന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന സർക്കാർ ഇക്കാര്യത്തിൽ വീഴ്ച വന്നു. സർക്കാർ എന്നല്ല, സർക്കാർ നിയന്ത്രിക്കുന്ന കോൺഗ്രസിന് അവർ തന്നെയും പ്രതിപക്ഷത്തായിരിക്കുന്ന ഈ സ്ഥലത്ത് വേണ്ട രാഷ്ട്രീയ നിലപാടെടുക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. തീർച്ചയായും അതാണ് ഇപ്പോൾ MP രാജേഷിൻ്റെ ആരോപണം. ആ ആരോപണത്തിനും ഇതുവരെ അത് MP രാജേഷല്ല, അത് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയർന്ന ആരോപണമാണ്. അതിന് ഇതുവരെ വ്യക്തമായ ഒരു മറുപടിയോ അതിലൊരു പ്രതികരണമോ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടില്ല. ഒരു ഗവൺമെൻറ് ലീഡറെ എങ്ങനെയാണ് ABVPയുടെ മുൻ പ്രവർത്തകനെ അല്ലെങ്കിൽ BJPയുടെ പ്രതികൾക്ക് വേണ്ടി നിരന്തരം ഹാജരാകുന്ന ഒരു വക്കീലിനെ ഗവൺമെൻറ് ലീഡറായിട്ട് വയ്ക്കുക എന്നുള്ള ചോദ്യമൊക്കെ ഈ മട്ടിൽ സമാന്തരമായി ഉയരുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ കോടതിയിൽ നിന്ന് വരാനാണെന്നൊക്കെ പ്രതിപക്ഷം ആരോപിച്ചെന്നിരിക്കും. അത്തരം ആരോപണങ്ങളൊന്നും ഈ 2ാം മാസത്തിൽ കേൾക്കാൻ പാടില്ല. ഈ സർക്കാർ ഇതിനകത്തൊക്കെ കർശനമായ നിലപാട് സ്വീകരിച്ച് തന്നെ മുമ്പോട്ട് പോകണം. കുറച്ചുകൂടി നിലപാടാവാം.